കേരളത്തിന് ഭീഷണിയായി ഡോൾഫിൻ ചുഴലിക്കാറ്റ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രം വരെ അന്തരീക്ഷത്തെയും കാലാവസ്ഥയെയും തകിടം മറിക്കുന്ന ഒരു ചുഴലിക്കാറ്റായി മാറുകയാണ് ഡോൾഫിൻ. ഈ പ്രതിഭാസം അറബിക്കടലിൽ നിന്ന് കാലവർഷക്കാറ്റ് സംസ്ഥാനത്തിന്റെ മുകളിലൂടെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. ജാഗ്രത വേണം. കേരളത്തിൽ വീണ്ടും മഴ ശക്തിപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. വ്യാഴാഴ്ച മുതൽ മധ്യകേരളത്തിലും തെക്കൻ ജില്ലകളിലും വടക്കൻ കേരളത്തിലും മഴ കൂടുതൽ കരുത്താർജിക്കും. ഇതിന് കാരണം കേരളത്തിന് മുകളിൽ ഭീഷണിയായി ഡോൾഫിൻ ചുഴലിക്കാറ്റ് നിലനിൽക്കുകയാണ്. അതായത് പസഫിക് സമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റിലേക്ക് അറബിക്കടലിൽ നിന്ന് കാലവർഷക്കാറ്റ് കേരളത്തിന്റെ മുകളിലൂടെ കടന്നുപോകുന്ന സാഹചര്യവുമുണ്ട്. ഇത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇത് കേരളത്തിൽ തുടർച്ചയായ കനത്ത മഴ നൽകാൻ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയായിരിക്കും രേഖപ്പെടുത്തുക. ഈ മഴ 2 ദിവസം തുടരാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. തുടർന്ന് ചുഴലിക്കാറ്റ് ചൈന തീരം ലക്ഷ്യമാക്കി നീങ്ങുമെന്നും IMD മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും കനത്ത മഴയും കാറ്റും നൽകി നിലയുറപ്പിച്ച ശേഷമായിരിക്കാം വീണ്ടും ശക്തിയാർജിച്ച് സഞ്ചരിക്കുകയെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. പ്രതീക്ഷിച്ച ട്രാക്കിൽ പ്രതീക്ഷിച്ച വേഗതയിൽ ഈ ഡോൾഫിൻ ചുഴലിക്കാറ്റ് അന്തരീക്ഷത്തിൽ സഞ്ചരിച്ച് നീങ്ങുകയാണെങ്കിൽ ഓഗസ്റ്റ് 9 കേരളത്തിലുള്ള അതിന്റെ സ്വാധീനം ഇല്ലാതാകും. അങ്ങനെ മഴ കുറയാൻ കാരണമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രം വരെ നീളുന്ന അവിടുത്തെ അന്തരീക്ഷത്തെയും കാലാവസ്ഥയും തകിടം മറിക്കുന്ന ആശങ്കയായി മാറുകയാണ് ഇന്ന് ഡോൾഫിൻ ചുഴലിക്കാറ്റ്. സൊമാലിയ തീരം മുതൽ ദക്ഷിണ ചൈന കടൽ വരെ കാലവർഷക്കാറ്റിനെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ളതാണ് ഈ ഡോൾഫിൻ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഏകദേശം 6800 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഡോൾഫിൻ ചുഴലിക്കാറ്റ് നിലകൊള്ളുന്നത്. എന്നാൽ നിലവിലെ സംസ്ഥാനത്തെ മഴ സാഹചര്യം ഡോൾഫിൻ ചുഴലിക്കാറ്റുകൂടി എത്തുന്നതോടുകൂടി വലിയ ആശങ്കയും പ്രതിസന്ധിയും സൃഷ്ടിച്ചേക്കാം. മധ്യകേരളത്തിലെ എറണാകുളം, ഇടുക്കി, കോട്ടയം, തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലും വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് മഴ കനക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മാത്രമല്ല കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിലും വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ പ്രത്യേക ജാഗ്രത വേണമെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന പ്രദേശങ്ങളിലും ആശങ്ക കൂടുകയാണ്. കാരണം ഈ മഴ വന്നാൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.